ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൈഷൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ആര്യവർക്കിന്റെ മറ്റൊരു വേരിയേഷനായ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് അഥവാ പാനി സ്റ്റിച്ച് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വാട്ടർ ഫില്ലിംഗ് എന്ന് വെച്ചാൽ ആ പേര് തന്നെ ഉണ്ട് അല്ലേ. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് ആണ്. നെക്ക്, സ്ലീവ് ഇതിലൊക്കെ ഫില്ല് ചെയ്യാനാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഡിസൈൻ കണ്ടാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആവശ്യമാണ്. അതൊരു ലൈക്കായും കമൻ്റായൊക്കെ അറിയിക്കേണ്ടതാണ്. ആര്യവർക്കിൻ്റെ തന്നെ 8ാമത്തെ ക്ലാസ് ആണിത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച സ്റ്റിച്ചുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആരി വർക്ക് ബേസിക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് ആരി വിത്ത് ബീഡ്, ആരി വിത്ത് സൽക്കാദോസി, സർദോസി ഇട്ടിട്ട് എങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുക, കാന്താ ചെയിൻ, മട്കൻ ചെയിൻ, പിന്നെ നോട്ട് ഇടാനും അതുപോലെ ലോക്ക് സ്റ്റിച്ച് ഇടാനും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ, പഴയ വീഡിയോസ് കാണാത്തവർ, ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരി വർക്കിന് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയാൽ 1 തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് മെയിനായിട്ട് 2 പാറ്റേൺ ആയിട്ടാണുള്ളത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ്, ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈന്. സെക്കൻഡ് ഇതാണ്. ഇതിൻ്റെ കർവുകൾ കണ്ടോ, 2 ഡിസൈനിലും ഈ കർവുകൾ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഭംഗി. പക്ഷേ എക്സാക്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നില്ല. വാട്ടർ ഫില്ലിങ് ചിലർ ജസ്റ്റ് ഇങ്ങനെ വാട്ടർ ഒഴുകുന്ന പോലെ ഒരു വേവ് പോലെയൊക്കെ വരച്ചിട്ട് ഡ്രസ്സിൽ അങ്ങനെയും ഫില്ല് ചെയ്യും. പക്ഷേ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചിൻ്റെ പിന്നെ കറക്റ്റ് ഡിസൈൻ 2 പാറ്റേൺ ആയിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടി മനസ്സിലാവും. നമ്മളിത് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അപ്പം ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്ലൈൻ കൊടുക്കണം. അത് നമ്മുടെ ബേസിക് സ്റ്റിച്ച് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഫില്ലിങ്ങും ബേസിക് സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളിൽ നമ്മൾ നെക്കിന് അതുപോലെ സ്ലീവിന് ഒക്കെയാണ് ഈ ഡിസൈൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഇത് വർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതായിട്ടാണ് ലൂപ്പുകൾ എടുക്കേണ്ടത്, അതായത് സ്റ്റിച്ചുകൾ ഇടേണ്ടത്. ഓക്കെ, ബേസിക് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല. ഏറ്റവും ചെറുതായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെറിയ പോലെ തോന്നുന്നത്. പിന്നെ എന്താണ്, ഇത് കണ്ടോ, നമ്മുടെ ഒരു ഷേപ്പ്, ആ ഹാർട്ട് ഷേപ്പ് പോലെ. അപ്പോൾ ആ ഓരോ എഡ്ജസിലും നമ്മൾ ലോക്ക് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഷേപ്പ് കറക്റ്റ് വരിക. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആ ഷേപ്പ് മാറും. അപ്പോൾ ആ ഹാർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് തിരിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ എഡ്ജസിലും എങ്ങനെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ, കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിലേക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് ഫില്ലിംഗ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ പോലെ ഷെയർ ചെയ്തത്. ഇത് ഫില്ല് ചെയ്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കട്ടെ. അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസ് കാണാം. നെക്ക് ഡിസൈനാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.